സുബിൻ ചോദിച്ചു വന്നത് അവിടെ പ്രാദേശികമായി ഇതിനെതിരെ നടക്കാൻ പോകുന്ന പ്രതിഷേധങ്ങളെ കുറിച്ചാണ്. ഏത് തരത്തിലാണ് ആ പ്രതിഷേധം ഉയരുന്നത്, ഇനി അത് ശക്തമാകാൻ പോകുന്നത്? പ്രധാനമായും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കാസിയും അതുപോലെ തന്നെ ന്യൂനപക്ഷ മോർച്ചയുമാണ് അതിൽ ഇപ്പോൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുള്ളത്. അത് പ്രധാനമായും ഇത്തരത്തിൽ ഈ അപമാനിക്കപ്പെടുന്ന ഒരു സാഹചര്യം, ഇസ്രായേലി യുവതി അപമാനിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഇത്തരത്തിൽ കടയിലേക്ക് വിളിച്ചു കയറ്റിയ ശേഷമാണ് ഇത്തരത്തിൽ അപമാനിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയാനുള്ള ഒരു കാര്യം. സമാനമായ രീതിയിൽ മുമ്പും ഈ കാശ്മീരി വ്യാപാരികൾ കൂടുതലായുള്ള ഒരു പ്രദേശമാണ് കുമളി ഗ്രാമപഞ്ചായത്ത്. അതുകൊണ്ട് തന്നെ ഈ കാശ്മീരി വ്യാപാരികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഇത്തരത്തിലുള്ള ഇടപെടൽ മുമ്പും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതൊക്കെ ആദ്യഘട്ടത്തിൽ ഇതേ ഇപ്പോൾ സംഭവിച്ചതുപോലെ തന്നെ അത് ഒത്തുതീർപ്പായി പോകുക അല്ലെങ്കിൽ ഒത്തുതീർപ്പാക്കി വിടുന്ന ഒരു സാഹചര്യം. അതായത് ഇവരെ അപമാനിക്കുന്നു, അതിനുശേഷം അവരോട് മാപ്പ് പറഞ്ഞ് അത് ആ ഒരു അപമാനത്തിന്റെ ആ ഒരു വിഷയം അവിടെ കൊണ്ട് നിർത്തിവിടുന്ന ഒരു കാര്യമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസം ഈ ഇസ്രായേലി യുവതി പ്രതികരിച്ചതുകൊണ്ട് മാത്രമാണ് ഇത്രത്തോളം ഈ ഒരു വിഷയം ചർച്ചയാകുന്ന സാഹചര്യം ഉണ്ടായതും അവർക്ക് ഏൽക്കേണ്ടി വന്ന ആ ഒരു അപമാനം അതിന്റെ ആ ഒരു മുൻതൂക്കത്തിൽ നിന്നുകൊണ്ടാണ് ഇപ്പോൾ കാസയും അതുപോലെ തന്നെ ന്യൂനപക്ഷ മോർച്ചയും പ്രതിഷേധത്തിലേക്ക് പോകുന്നത്. ഇന്ന് വൈകിട്ട് 5 മണിക്ക് കുമളിയിൽ പ്രതിഷേധ പ്രകടനവും യോഗവും ചേരുമെന്നാണ് പ്രധാനമായും ഇവർ അറിയിച്ചിട്ടുള്ളത്. ഇത്തരത്തിൽ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയുടെ പല ഭാഗത്തും ഇത്തരത്തിലുള്ള ഇസ്രായേലികൾക്കെതിരെ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം പലതരത്തിലും അല്ലെങ്കിൽ പലതരത്തിൽ അപമാനിക്കപ്പെടുന്ന നിലപാടുകൾ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയാനുള്ള കാര്യം. അതിന്റെ ഒരു ഏറ്റവും അവസാനത്തെ ഒരു സംഭവമാകണം കുമളിയിലേക്ക് എന്നുള്ളതാണ് കാസയും അതുപോലെ തന്നെ. ശരി സുബിൻ, ഞാൻ